ഹലോ നമസ്കാരം. ഷാജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ പേരാണ് അവിലിൻ്റെ ലഡു. ആവശ്യമുള്ള സാധനങ്ങൾ: അവിൽ, തേങ്ങ, കപ്പലണ്ടി, എള്ള്, ബദാം, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഫ്ലേവറിന് ഏലക്ക, മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പാനി. കത്തിച്ച് പാൻ അടുപ്പി വയ്ക്കുക. പാൻ ചൂടാകുമ്പം നമുക്ക് അവിൽ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ചെറുതായിട്ടൊന്ന് എൻ്റെ അടുത്തിരിക്കണത് ഞാൻ എടുത്തത് വെള്ള അവിലാണ്. ചുവന്ന അവിലും എടുക്കാം. അത് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആയി വരണം. പെട്ടെന്ന് ശരിയാവും. തീ ഒരുപാട് കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. ഞാൻ അവിൽ ചൂടാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. വെള്ള അവിലായതുകൊണ്ട് ഞാൻ മിക്സിയിൽ പൊടിച്ചില്ല. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ വാരി എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിയുന്നുണ്ട്. എന്നിട്ട് ബാക്കി എല്ലാ സാധനങ്ങൾ അങ്ങനെ കാഷ്യൂ, തേങ്ങ, പഞ്ചസാര, എള്ള്, കപ്പലണ്ടി, ബദാം ഇതെല്ലാം കൂടെ ഞാൻ ചൂടാക്കി മിക്സിയിൽ വെച്ച് ഒന്ന് പൊടിച്ചെടുത്തത് എല്ലാം കൂടെ ഇതിലോട്ട് ഞാൻ ചേർത്ത് ഫ്ലേവറിനുള്ള ഏലക്കപ്പൊടിയും ഞാൻ ഇതിൽ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൈ കൊണ്ട് ഞാൻ നല്ലതുപോലെ മിക്സാക്കി എല്ലാം ഞാൻ പൊടിച്ചെടുത്ത് എന്നിട്ട് ശകലം നെയ്യെടുത്ത് കൈ തടവിയ ശേഷം ഞാനിങ്ങനെ ഇത് ഓരോന്നോരോന്നായിട്ട് ബോളാക്കി വെച്ചിട്ട് ഒരു കാഷ്യൂ അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. നെയ്യൊന്നും കൂടുതൽ ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് നെയ്യൊക്കെ രുചി ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. ഇവിടെ കൂടുതലും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. പിന്നെ എൻ്റെ മോക്കാണെങ്കിൽ പാലിൻ്റെ അലർജി ഉണ്ട്. അതുകൊണ്ട് പാലുൽപ്പന്നങ്ങളൊന്നും ആ കൊച്ചിന് കഴിച്ചുകൂടാ. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ഉണ്ടാക്കണത്. അപ്പം അവൾക്ക് ഇത് കഴിച്ചുകൂടാ. അതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ചേ നെയ്യൊക്കെ ഞാൻ കുറച്ചേ ചേർക്കണുള്ളൂ. അത് നമ്മുടെ സ്വാദിഷ്ടമായ അവിലിൻ്റെ ലഡു റെഡി ആയിട്ടുണ്ട്. ഞാൻ കാഷ്യൂവും കിസ്മിസും കൂടെ രണ്ടായിട്ട് ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക. താങ്ക് യു.